അവർ പുറപ്പെട്ട് പടകിൽ കയറി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. ഞാൻ പറഞ്ഞതുപോലെ പ്രയാസങ്ങളുടെ മുൻപിലും പ്രശ്നങ്ങളുടെ മുൻപിലും നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അതും പരാജയമായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇതാണ് ഈ രാത്രിയിൽ നിൽക്കുന്ന ഈ ശിഷ്യന്മാരുടെ അവസ്ഥ. പരാജയത്തിന്റെ മുകളിൽ വീണ്ടും ഒരു പരാജയം. പിന്മാറിപ്പോകുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ അവരുടെ അവസാന പിടിവള്ളിയും വിട്ടുകഴിഞ്ഞപ്പോൾ അവിടെ കടന്നു വരുന്ന ദൈവിക സാന്നിധ്യം, യേശു കർത്താവ് കടന്നു വരുമ്പോ അവർക്ക് പ്രത്യക്ഷനാകുമ്പോ ഞാൻ യേശുവാണെന്ന് അവരോട് പറയുന്നില്ല, മറിച്ച് അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്ക് എന്നെ ഏറെ സ്പർശിച്ചു. ഇന്ന് രാത്രികാലവും നിങ്ങളൊരു പ്രയാസത്തിന് മധ്യയിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തെറ്റിപ്പോയി ഇരിക്കുന്നവരായിരിക്കാം, പാപത്തിൽ പോയി ഇരിക്കുന്നവരായിരിക്കാം. എന്നാൽ പോലും കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ തുനിയുന്ന ഒരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കുഞ്ഞുങ്ങളെ. തന്റെ വഴിവിട്ടുപോയവൻ, തന്നെ തള്ളിപ്പറഞ്ഞവൻ, അവനെ സഹായിക്കുവാനുണ്ട്. എന്നിട്ടും ദൈവസ്നേഹം എന്തെന്ന് അവിടെ വ്യക്തമായി കാണിച്ചു തരികയാണ്. അവിടെ പറയുക, കുഞ്ഞുങ്ങളെ. ആ വിളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. പ്രയാസത്തിന്റെ മധ്യേ ഇരിക്കുന്ന നമ്മൾ എപ്പോഴും പറയില്ലേ, ചാവാൻ പോകുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതൊരു പിടിവിളിയാണ്. ആ കച്ചിത്തുരുമ്പ് പിടിച്ചാൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ അതൊരു പിടിയാണ് എന്ന് പറയാറില്ലേ? എന്ന് പറഞ്ഞ് പ്രയാസത്തിലിരിക്കുന്നവന് ഒരൊറ്റ വാക്ക് മതി. സ്നേഹം തുളുമ്പുന്ന ഒരൊറ്റൊരു വാക്ക് മതി.